ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിലേക്കാണ്. പാലക്കാട് ജില്ല എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലോട്ട് വരുന്നത് ആ ഒരു പച്ചപ്പും അതുപോലെ ആ മലനിരകളൊക്കെയാണ്. പാലക്കാട് ഇടയ്ക്കൊക്കെ ഞാൻ പോകുന്നുണ്ടെങ്കിലും അത് എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട്, അതായത് കോയമ്പത്തൂർ, പഴനിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതിലൂടെ പോകുന്നല്ലാതെ ഞാൻ ഉള്ളിലോട്ടൊന്നും ഇതുവരെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്തവണ കൂടുതൽ ഉള്ളേരിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കൊല്ലങ്കോട് എത്തിയത്. പാലക്കാട് നിന്ന് കുറച്ച് ഉള്ളിലോട്ടുള്ളൊരു ഗ്രാമമാണ് കൊല്ലങ്കോട്. ഞാനൊരു മലപ്പുറംകാരിയാണെങ്കിൽ കൂടി എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ജില്ല പാലക്കാടാണ്. ഞങ്ങൾ ഏറെക്കുറെ ഒരു ബോർഡറൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് മെല്ലെ കൊല്ലങ്കോട് വിശേഷത്തിലോട്ട് കിടന്നാലോ. കൊല്ലങ്കോട് ഗ്രാമം എന്ന് പറയുമ്പം പാലക്കാട് നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകണം. നല്ല അടിപൊളി പീസ്ഫുള്ളായിട്ടുള്ളൊരു ഗ്രാമമാണ്. നമുക്കിവിടെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ നല്ലതുണ്ട് കുറച്ച് ഉള്ളിലോട്ട് പോകുന്നതിന്. അപ്പം ഞാൻ മെയിനായിട്ട് വന്നിട്ടുള്ളത് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലോട്ടാണ്. ഈ ഒരു കടേനെ കുറിച്ച് ഞാൻ യൂട്യൂബിൽ നിന്നും അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ അവിടെ ഒന്ന് പോകണം നല്ലൊരു ആഗ്രഹമായിരുന്നു. അപ്പം ഇന്ന് നമുക്ക് ഇങ്ങനത്തെ കടകളൊന്നും പ്രത്യേകിച്ച് കാണാൻ പറ്റില്ല. അപ്പം ഞാൻ നേരെ ആദ്യം തന്നെ അങ്ങോട്ടാണ് പോയത്. ഇതാണ് കേട്ടോ ചെല്ലഞ്ചേട്ടൻ. ചെല്ലഞ്ചേട്ടൻ ഞങ്ങൾ ചെന്നപ്പോൾ ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ചെല്ലഞ്ചേട്ടനെ കണ്ട ഒരു പാവം പോലെ തോന്നിയെങ്കിലും ആൾ അടിപൊളി ഫേമസ് ഒക്കെ ആയിട്ടുള്ള ആളാണ് കേട്ടോ. ചെല്ലഞ്ചേട്ടനെ കാണാൻ ഒരുപാട് ദൂരത്തുനിന്ന് വരെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതാണ് ചെല്ലഞ്ചേട്ടൻ്റെ ഭാര്യ. ഇവർ 48 വർഷത്തോളമായി ഒരു ചായക്കട നടത്തുന്നത്. ഇപ്പോഴും അതിന് അതേപോലെ അല്ലാതെ ഡെവലപ്മെൻ്റ് ഒന്നും വരുത്തിയിട്ടില്ല. അത് എന്തായാലും നന്നായി. കാരണം ഇങ്ങനത്തെ ചായക്കടയിൽ നമുക്ക് ചായ കുടിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. ഞാനന്ന് അവിടെ നിന്ന് ഒരു പരിപാടിയും ചായയൊക്കെയാണ് കേട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വീട്ടിലോട്ട് തിരിച്ചു പോന്നു. എന്തായാലും നല്ലൊരു അടിപൊളി പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണ്.